I'm very proud of, videos I would love to rewatch. ഈ സ്പെസിഫിക് വീഡിയോ ഈ ഒരു കാറ്റഗറിയിലും പെടുന്ന ഒരു വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം 1 വീക്ക് ഈ പറയുന്ന കാര്യം എത്തേണ്ടവരിലേക്ക് എത്തിക്കഴിയുമ്പം ഐ വിൽ ടേക്ക് ഇറ്റ് ഡൗൺ. അത് ഞാൻ ഇപ്പോഴേ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പം കുറേ പേര് വന്ന് പറയും കള്ളി. കുടുംബ പ്രശ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെ ഒന്നുമല്ല, തൻവി സുധീർ ഘോഷ് എന്ന് പറയുന്ന ആ ഒരു യുവതി യൂട്യൂബർ, അവര് എന്തിനാണ് വീഡിയോ ചെയ്തത് എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. അതായത് അവരുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതായാലും നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചൊരു മാർഗം മാത്രമാണ് അമ്മൂമ്മയെ കൊണ്ടൊന്ന് സംസാരിക്കുക, അമ്മൂമ്മയെ കൊണ്ടൊന്ന് ഇതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും ചെയ്തു, കിട്ടേണ്ടവർക്ക് നല്ലോണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുധീറിനോട്, സാൻവി സുധീറിനോട് എനിക്കതിൽ നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വീണ ഇവിടുന്ന്, അതായത് ബന്ധുക്കളായി കഴിഞ്ഞ് ഇങ്ങനെ വേണം, തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അതേ നാണയത്തിലിട്ടെന്ന് പറഞ്ഞ പൊട്ടനാടുന്നേ. അതല്ലേ വേണ്ടത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻവി ചെയ്തതൊരു വലിയ മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് പഴയ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഇതൊക്കെ നോക്കിയപ്പോൾ തൻവി വളരെ വലിയ ഒരു മണ്ടത്തര കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. അതായത് അമ്മൂമ്മയോട് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട, അമ്മൂമ്മയെ അവർ നോക്കുന്നില്ലെങ്കിൽ നോക്കേണ്ട. അതായത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ തൻവിക്കായിരിക്കാം ചിലപ്പോൾ എല്ലാ സ്വത്തും, താൻവിക്കായിരിക്കാം എല്ലാ സ്വത്തും തന്നത്. അതിന്റെ വേദനയും വിഷമെല്ലാം എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും അവർക്കെല്ലാം ഉണ്ടാകും. അതുമാത്രവുമല്ല, അമിതമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. താൻവിയെ തന്നെയാണ് ഈ അമ്മൂമ്മ സ്നേഹിക്കുകയും ചെയ്യുന്നത്. അത് പല അമ്മൂമ്മമാരും അങ്ങനെയാണ്. അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു മകനോ മകളോ ഉണ്ടാകും. അതൊന്നും നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അപ്പോൾ ഈ താൻവി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ചെറുപ്പകാലത്തൊക്കെ അതിൻ്റെ അച്ഛനോ അമ്മയോ അടുത്തില്ലാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഏതായാലും അതിപ്പോൾ കാനഡയെല്ലാം പോയി അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചികിത്സ കിട്ടുന്നില്ല, ചികിത്സക്ക് വെയിറ്റിംഗ് ലിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിട്ട് എനിക്കറിയില്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ രോഗത്തിനും ഓരോ ഫാമിലി ഡോക്ടറെ പോലെയാണ് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഏതായാലും കാനഡയിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ടൊന്നല്ല ചികിത്സിക്കുന്നത്, അവരുടെ നാട്ടിൽ പോയിട്ടും അല്ല ചികിത്സിക്കുന്നത്, അവിടുന്ന് തന്നെയാണ് ചികിത്സിക്കുന്നത്. പിന്നെ ഓരോരോ കഥകൾ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, വേറെ അറിവുള്ള ആൾക്കാരുണ്ട് എന്നുള്ളൊരു വിചാരം വേണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും തൻവി ഇന്നലെ അങ്ങനെ ആ വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ അമ്മമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുന്നു, എൻ്റെ ജോലി പോയി, എൻ്റെ ജോലി രാജിവെച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, വലിയ ശമ്പളം കിട്ടുന്ന ജോലിയായിരുന്നു, $90,000 ശമ്പളം കിട്ടുന്ന ജോലി, അതിൽ 4,000 ഞാൻ ടാക്സ് അടക്കാറുണ്ട്, $9,000 എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ. എൻ്റെ കണ്ണ് തള്ളിപ്പോയി എൻ്റെ മോനെ. ചെറുക്ക പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാനഡയിലും പോയാൽ മതിയേനു, ഞാൻ അന്ന് കന്നഡയിലേക്കാണ് പോയി കളഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയതായിരുന്നു. അന്ന് കാനഡയിൽ പോയിട്ടുണ്ടെങ്കിലേനു അയ്യോ എത്ര ലക്ഷം സാലറി ഇവരൊക്കെ ഉണ്ടാക്കുന്നതേ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും അങ്ങനെ അതൊക്കെ പറയുന്നു. അത് പറഞ്ഞ് പിന്നീട് ആ ജോലിയൊക്കെ ഞാൻ വിട്ടു വന്നത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മൂമ്മയോട് സംസാരിക്കാൻ ആരുമില്ല, അമ്മൂമ്മയോട് നിൽക്കാൻ ആരുമില്ല, അമ്മൂമ്മയെ ആരും നോക്കുന്നില്ല, സ്വന്തം മകളായ സിന്ധു കൃഷ്ണ പോലും അമ്മൂമ്മയെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് തട്ടി അങ്ങ് വിട്ടായിരുന്നേ. ഈ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, അത് പിന്നെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പോഴും ഈ താൻവിയുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് പൊടിതട്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് വെറുതെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതായത് ഞാൻ ഈ പിന്നെ കാനഡയിൽ ഇരുന്നിട്ട് എന്തിനാ കഷ്ടപ്പെടുന്നത്? എനിക്ക് പറയാൻ പണിയില്ലേ? ഇവിടെ അമ്മൂമ്മയാണെങ്കിൽ എനിക്ക് സ്വത്ത് എഴുതി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലതും ഉണ്ട്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്നില്ല, അത്യാവശ്യ സാമ്പത്തികമുള്ളവരാണല്ലോ ഇവരെല്ലാം. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. അതായത് ഈ അമ്മൂമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മൂമ്മയ്ക്ക് അത്യാവശ്യം ജീവിക്കേണ്ട ചുറ്റുപാടൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേര് അത്ര വലിയ ദാരിദ്ര്യ കുടുംബമൊന്നും അല്ല, അത്യാവശ്യം ഉള്ളവർ തന്നെയാണ്. ഇനി ഇല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മക്കളോട് ചോദിച്ചാൽ കിട്ടുമല്ലോ. അതുമാത്രമല്ല, ഈ സിന്ധു കൃഷ്ണ തന്നെ കൊടുക്കണം എന്നില്ല നിർബന്ധമോ നിയമമൊന്നും ഇല്ലല്ലോ. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഒരു വീഡിയോ ഒക്കെ പുറത്തു വിട്ടു. അത് പുറത്തു വിട്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്നത്, അതായത് അയ്യോ എല്ലാവരും കൂടി എണ്ണീട്ട് അലക്കുമല്ലോ. അപ്പോഴേക്കും ഒരു കാര്യമുണ്ടേ, ആ വീഡിയോ നല്ല രീതിയിൽ ഇതുപോയായിരുന്നു, വീഡിയോക്ക് നല്ല റീച്ച് കിട്ടി. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവരുടെ ഉച്ചക്കത്തെ ഒരു റീല് ഞാൻ കണ്ടു. ആ റീല് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ വളർത്താനുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇനി അങ്ങോട്ട് എൻ്റെ ഒരു വീഡിയോസ് ഉണ്ടാകും. ആ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണണം. ഞാനും അമ്മൂമ്മയും അതുപോലെ തന്നെ ലിയാനും ഇവരൊക്കെയുള്ള വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും
എല്ലാവരും അതൊന്ന് കാണണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈയാണ് ഈ ചെയ്തത്. അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അമ്മൂമ്മ പ്രശ്നമാക്കുന്നുണ്ട്, അമ്മൂമ്മക്ക് പൈസ അയച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, അമ്മൂമ്മയോട് സംസാരിക്കാൻ ആളില്ല എന്ന് പറയുന്നുണ്ട്, അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് ഇത്രത്തോളം ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ താൻവി മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ അതിലൂടെ റീച്ച് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് മോളുടെ ഉദ്ദേശം. എന്താ ഇത് പറയാൻ കാരണം എന്താ? വേറൊരു വീഡിയോയും കൂടി വന്നു. ആ വീഡിയോയിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെ ആരെയും ഉദ്ദേശിച്ചു കൊണ്ടല്ല, അത് നെഗറ്റീവ് കമന്റുകളാണ് ഒരുപാട് വന്നിരിക്കുന്നത്. അത് പിന്നെ ആണെങ്കിൽ അഹാന പിടിച്ചിട്ട് നല്ല രീതിയിൽ റോസ്റ്റും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റൂല. അതായത് ഇനിയിപ്പോഴും ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ തല്ലി ഇറക്കും. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അവിടെ നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിന്റെ 4 മക്കളെ കൂടെ ഈ സിന്ധു കൃഷ്ണകുമാർ ആയി കഴിഞ്ഞാലും 5 മക്കളായിട്ടാണ് കൂട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻകാല വീഡിയോസ് ഒക്കെ കാണുമ്പോഴും ഇവരുടെ സ്നേഹങ്ങളെല്ലാം കാണുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒരു വീഡിയോയോട് കൂടിയിട്ട് അതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞു കൊടുത്ത ഒരു ചീപ്പ് ഉപദേശമായി എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സായി കഴിഞ്ഞാൽ ചില ആൾക്കാർ അങ്ങനെയാണ്. അതായത് അവർക്ക് ചില ആൾക്കാർ അടുത്തുണ്ടായിക്കൊണ്ടിരിക്കണം. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനവർ ന്യായവും പറയും. അതായത് ഇനിയിപ്പോഴും തൻവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇത് നോക്കിയിട്ടില്ലെങ്കിൽ അവർ കുറ്റവും പറയും. അതായത് എല്ലാവരും കുറ്റം പറയും. ഞാൻ പറഞ്ഞല്ലോ, ആരാണ് ഇവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ആർക്കെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കേണ്ട അധികാരവുമുണ്ട്. അവർ നോക്കിയേ മതിയാവൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ നോക്കാണ്ട് ഒഴിവാകാനൊന്നും പറ്റൂല. കൃത്യമായിട്ടും അവരെ നോക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ താൻവി ഇന്നലെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചാനൽ ഒന്ന് വളരും, ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ അവരെ പോലെ കുറച്ച് ലക്ഷങ്ങൾ തനിക്കും ഉണ്ടാക്കാം എന്നുള്ള ഒരു മോഹം ഉള്ളത് കൊണ്ടാണ് ആ കൊച്ചങ്ങനെ ചെയ്തത്. അതിനെതിരെയാണ് വന്നിട്ട് അഹാന ഇവിടെ കടന്നിട്ട് ഭയങ്കരമായിട്ട് അത് കുറച്ച് ഓവർ മെഴുകലും ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയല്ലേ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഹാന ഈ മുത്തശ്ശി എന്നല്ലല്ലോ, അഹാനയുടെ അമ്മൂമ്മയല്ലേ. അപ്പൊ അമ്മൂമ്മയോട് പറയുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ ഇമാതിരി ഒരു ഇതായിട്ട് പറയരുത്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻവി ഇന്നലെ ചെയ്തിരിക്കുന്നത് മഹാ ഊളത്തരം തന്നെയാന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഉള്ളതാണ്. നാട്ടുകാരെ മുഴുവൻ കൊട്ടി ആഘോഷിച്ച് എന്താണ് നിങ്ങൾ നേടിയിരിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നേടിയിരിക്കുന്നത്? കുറേ പ്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണക്ക് കിട്ടി. ഇനി അവർ നോക്കിയാലും ശരി, നോക്കിയിട്ടില്ലെങ്കിൽ ശരി. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇനി സിന്ധു കൃഷ്ണ തിരിഞ്ഞു നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇനിയിപ്പോൾ എല്ലാം ഏറ്റെടുത്തിരിക്കുന്ന ആരാ? താൻവിയാന്ന്. ഇനിയിപ്പോൾ ഈ താൻവി തന്നെ നോക്കേണ്ടി വരും. അപ്പൊ കുറെ നാൾ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്കും മടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവരും പറയൂ ഇങ്ങനെ. കാരണം എൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ, സ്വന്തം അമ്മയുടെ മകളായ സിന്ധു കൃഷ്ണ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഇവര് തന്നെ പറയും. അങ്ങനെ പറയിപ്പിക്കും. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. ഈ വയസ്സായവരാ, അതായത് കുറച്ച് കൂടുതൽ വയസ്സായവരെ നോക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും എളുപ്പമൊന്നുമല്ല. പിന്നെ വേറെ ഇവർക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഇപ്പൊ ഇന്ന് ആ സ്ത്രീ പറയുന്നത് പോലെ ഞാൻ അമ്മൂമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ വർത്താനം പറയാൻ ആരുമില്ല, വീട്ടിലാരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് ഇന്ന് ആ കുട്ടി പറയുന്നത്. അതായത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കൊരു നല്ല ജോലിയും കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുക. അല്ലാതെ അമ്മൂമ്മയുടെ പേരും പറഞ്ഞിട്ടൊന്നും അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ചികിത്സ നടത്തണം. അത് മാത്രവുമല്ല, ഇവരുടെ ജോലിയും കുട്ടിയുടെ ചികിത്സയും കാര്യങ്ങളൊന്നും കൊണ്ട് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരത്തെ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം തന്നെയാണ്, നമുക്ക് നാട്ടിൽ പോകാം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ കണ്ണു അടച്ചിട്ടൊരു വീഡിയോ കേട്ടോ. ഇപ്പൊ അതന്നെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. കുടുംബങ്ങൾ തമ്മിൽ തെറ്റി പിന്നെ ആകമാനം ഗുലുമാലാക്കി 2 മാസം കഴിഞ്ഞാല് ആ വീടിന്റെ മുറ്റത്ത് പുതിയൊരു ഇന്നോവ ഉണ്ടാകും, ആ വീടിന്റെ മുറ്റത്ത് പുതിയൊരു താറുണ്ടാകും. എങ്ങനെയാ കുടുംബങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയും. ചിലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വന്തം അവിഹിത കഥകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും വെച്ച് അവിഹിതങ്ങൾ ഉണ്ടാക്കും, കുടുംബ പ്രശ്നങ്ങൾ വലുതാക്കും, പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതാക്കും. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ എല്ലാവരും കൂടും. ആ വീഡിയോക്ക് അങ്ങനെ 1 മില്യൺ 2 മില്യൺ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം 1 മാസം 2 മാസം എല്ലാം കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ വീട്ടില് വേറെ കാറ് വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുതിയ എന്താ പറയുക വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
അതിനു വേണ്ടിയിട്ടും ചില ആൾ കളിക്കുന്നുണ്ട്. ഇവിടെ പല ഫാമിലി വ്ളോഗർമാരും കളിക്കുന്ന ചീപ്പ് കളി ഇത് തന്നെയാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പല്ല് കുത്തി നാച്ചിച്ചിട്ട് മറ്റുള്ളവരെ അറിയിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവര് നല്ല നല്ല ഇതിൽ ജീവിക്കുക. ഇവിടെ നമ്മൾ കാണുന്നതല്ലേ, അച്ഛനും മകനും അടിവരെയായില്ലേ, ഇവിടെ എന്താ അവര് കൂട്ടുകൂടിയില്ലേ? അതുപോലെ തന്നെയാണ്. പക്ഷേ താൻവിക്ക് ഇതിൽ എനിക്കൊരു കൂട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഹാനയായാലും മറ്റുള്ളവരായാലും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ദേഷ്യം തന്നെയാണ്. കാരണം പൊതുവേ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിന്റെ മക്കൾക്കൊന്നും ആരോടും അത്ര വലിയ മമതയോ സ്നേഹമോ പിന്നെ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റോ ഒന്നുമില്ല. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയേണ്ടത് ഒരു പ്രത്യേക ഇത് തന്നെയാണ്. കാരണം കടിച്ചാപ്പൊട്ട നാല് ഇംഗ്ലീഷും കാര്യങ്ങളിലോട്ടിട്ട് ഗ്രാൻമ ഗ്രാമ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെയൊന്നുമില്ല. മര്യാദയ്ക്ക് അമ്മൂമ്മന്ന് വിളിക്കാൻ പറയാൻ അറിയത്തില്ല, എന്നിട്ടാണ് വന്നിട്ടിരുന്ന് കുറ്റം പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, താൻവി മോളെ നീ ചെയ്തിരിക്കുന്നത് തന്നെ വളരെ മോശം പരിപാടിയാന്ന്. പിന്നെന്ന് പറഞ്ഞ് ഇത് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. ആ അമ്മൂമ്മയ്ക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ പിന്നെ സിന്ധു കൃഷ്ണൻ നോക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ സ്വത്തൊക്കെ നിന്റെ പേരിലായിരിക്കും, അതുകൊണ്ട് ആ ദേഷ്യം ഉണ്ടാകും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.